പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസിൽ 3 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ജാമ്യം. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് സി.ഐ. റൌഫ്, അബ്ദുൾ സത്താർ, റഹിയ കോയ എന്നിവർക്ക്. പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ ഒരാളെ ദീർഘനാൾ ജയിലിലടയ്ക്കാൻ കഴിയില്ലെന്ന് കോടതി. മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ പ്രതിഷേധം ശക്തം. നിർമ്മാണ കമ്പനിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. സ്ഥലത്ത് ദേശീയപാത നിയോഗിച്ച വിദഗ്ധ സംഘം പരിശോധന നടത്തും. അന്വേഷണം നടത്താൻ പൊതുമരാമത്ത് വകുപ്പ്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ട് ഇ.ടി. മുഹമ്മദ് ബഷീർ. വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടിയെന്ന് നിതിൻ ഗഡ്കരി. തൃശൂർ ചാവക്കാടും ദേശീയപാതയിൽ വിള്ളൽ. മണത്തല മേൽപ്പാല നിർമ്മാണം നടക്കുന്നിടത്ത് റോഡ് വീണത് 50 മീറ്ററോളം നീളത്തിൽ. വാർത്തയായതോടെ രാത്രി വിള്ളലടച്ച് അധികൃതർ. വിള്ളലിന് കാരണം നിർമ്മാണത്തിലെ അപാകതയെന്ന് പ്രദേശവാസി. വളരെ സ്ട്രെയിറ്റ് ലൈനിലുള്ള ക്രാക്കാണ് നമ്മൾ കാണുന്നത്. എല്ലാ സ്ഥലങ്ങളിലും അത് തന്നെയാണ്. അത് പ്രോപ്പർ കോമ്പാക്ഷൻ ഇല്ല, അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. മണൽപ്പൊടിയും കുറച്ച് ടാറൊക്കെ ഇട്ടിട്ട് അവരത് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അത് നമ്മൾ ഇരുട്ടുകൊണ്ട് ഓട്ടടയ്ക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. റിപ്പോർട്ട് തേടി ജില്ലാ കളക്ടർ. കണ്ണൂർ കൂപ്പത്ത് ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. ഇഡി ഉദ്യോഗസ്ഥർ പ്രതിയായ കേസിൽ ഇടനിലക്കാർ ഭൂമിയും വീടുകളും വാങ്ങിയെന്ന് വിജിലൻസ് കണ്ടെത്തൽ. 3-ാം പ്രതി മുകേഷ് ഭൂമി വാങ്ങിയതിന്റെ രേഖകൾ വിജിലൻസിന് ലഭിച്ചു. 1-ാം പ്രതി ശേഖർ കുമാറിനെതിരെ മതിയായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് വിജിലൻസ് SP. ഇഡി ഉദ്യോഗസ്ഥനെ 1-ാം പ്രതിയാക്കിയത് പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. ഡിജിറ്റൽ തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധന നടക്കുകയാണെന്ന് SP. തിരുവനന്തപുരം പേരൂർക്കട പോലീസിനെതിരായ ബിന്ദുവിന്റെ പരാതിയിൽ കൂടുതൽ നടപടി. ASI പ്രസന്റിനെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ADGPക്ക് കൈമാറും. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കും. തിരുവാങ്കുളത്തെ 3 വയസ്സുകാരി കല്യാണിയുടെ കൊലപാതകത്തിൽ അന്വേഷണം ഊർജിതം. കുട്ടിയുടെ അച്ഛന്റെ ബന്ധുക്കളുടെ മൊഴികൾ രേഖപ്പെടുത്തി. അമ്മ സന്ധ്യയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കൂടുതൽ നടപടി. കേസിൽ ഉൾപ്പെട്ട മറ്റ് 3 പേർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. പ്രതികളെന്ന് സംശയിക്കുന്ന 3 പേരുടെ ചിത്രങ്ങളും വിവരങ്ങളും പുറത്തുവിട്ട പോലീസ്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം. കോട്ടക്കുന്ന് സ്വദേശി പോൾ മാത്യൂസിന്റെ വീട്ടിലെ കോഴിക്കൂടിന് സമീപം. പോളിന്റെ വീട്ടിൽ പുലിയെത്തുന്നത് 3-ാം തവണ. പുലി സാന്നിധ്യം സ്ഥിരമായിട്ടും വനംവകുപ്പ് നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണം. പുലിയുടെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. തിരുവനന്തപുരം നെടുമങ്ങാട് മകൻ അമ്മയെ ചവിട്ടിക്കൊന്നു. മരിച്ചത് തേക്കട സ്വദേശി ഓമന. മകൻ മണികണ്ഠൻ പോലീസ് കസ്റ്റഡിയിൽ. ഓമനയുടെ എല്ലുകൾ ചവിട്ടേറ്റ് പൊട്ടിയ നിലയിൽ.